കഴിഞ്ഞ ദിവസം പിന്നെ ഏതോ ഒരു മന്ത്രി തന്നെ എന്തുകൊണ്ട് പിന്നെ ഒരു ഇത് ഞാൻ കേട്ടു. എന്താണെന്ന് വെച്ചാൽ പിന്നെ അല്ല മന്ത്രിയല്ല, നമ്മളെ ഈ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അത് വ്യക്തിനെ പറയാൻ കാരണം കേട്ടോ, ഇത് രാഷ്ട്രീയമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. അദ്ദേഹം ഒരു പാർലമെൻറ്ററി ഒരു മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇത് പഠിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം, ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കിട്ടിയ മാതാപിതാക്കൾ ആ കുട്ടികളെ കുറേ കാലം ആ കുട്ടികളെ പോറ്റി വളർത്തിയിട്ട് ആ കുട്ടികളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാണ്. ആ കേസ് വർദ്ധിച്ചു വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് ചെറിയ പ്രായത്തിലൊക്കെ ഇടങ്ങേറുള്ള സമയത്തൊക്കെ വളർത്തി കൊണ്ടുവന്ന് പിന്നെ കുട്ടികൾ വലുതായി വലിയ കുട്ടികളായതിനു ശേഷം ഇവർ ചിന്തിക്കുക, ഞങ്ങൾ മരിച്ചാൽ ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി, ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയെ പെരയിലുണ്ടെങ്കിൽ ഞങ്ങൾ മരിച്ചാൽ ഈ കുട്ടികൾ ആര് നോക്കും, ബാക്കികൾക്ക് ഭാരാവൂലേ എന്ന് ചിന്തിച്ചിട്ട് ആ കുട്ടികളെ കൊന്നിട്ട് ഈ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യാണ്. ആ കേസ് വർദ്ധിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടത് അടുത്ത ദിവസം. കാരണം അദ്ദേഹം പറയാണ് അതിന് എതിരിൽ നിയമ നടപടികളും അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ അവരെ രക്ഷിതാക്കളും കൂടെ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും കാര്യങ്ങളുമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയണത്. അപ്പോൾ അതൊരു വലിയ രാജ്യവ്യാപകമായൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് അള്ളതിൻ്റെ ബാക്കി പറഞ്ഞത്. ഞാനീ പറഞ്ഞത് ആര് നോക്കും, നഹ്നു ബാക്കി വായിക്കുക, നഹ്നു നർസുഖും, നിങ്ങൾക്കും അവർക്കും റിസ്ക് എൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് കുട്ടികളെ തന്നത് ആരാ? നിങ്ങൾക്ക് ജീവിച്ചാൽ മരിച്ചു പോയാൽ മതി, അതിന് ശേഷം ആര് നോക്കുമെന്ന് ചിന്തിക്കണ്ട. കാരണം അത് ആരാണ് നിയന്ത്രിക്കുന്നത്? റബ്ബാണ്. ആ റബ്ബ് അതിനൊരു മാർഗം കണ്ടെത്തും. പിന്നെ എന്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലണം? ചെയ്യാൻ പാടില്ല.